welcome back to Xylem Learning. Welcome back to our English class. So, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എനിക്കറിയാം നമ്മൾ എന്താണ് ഏകദേശം നമ്മൾ എന്താ ഒരു തീ പിടിച്ചൊരു സമയമായില്ലേ. ബിക്കോസ് എന്താണ് വി ആർ റണ്ണിങ്, നമ്മുടെ നവംബർ ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സൂൺ നമുക്കറിയാം ഡിസംബർ ആയാലും നമ്മൾ പിന്നെ ഫുൾ എന്താണ് ലൈവ് മാരത്തോൺ ഫുൾ എന്താണ് ഫുൾ പഠിത്തം മാത്രമാണ്. സോ വി ആർ ഓൾമോസ്റ്റ് നിയർ ടു ദ ട്രാക്ക് അല്ലേ. യെസ്, അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് വന്നേ, പെട്ടെന്ന് വന്നേ. എവിടെ പോയി എല്ലാവരും? വരട്ടെ അങ്ങട്. യെസ്, എന്താണ് ഇപ്പൊ കഥ? റെഡി ആണോ എല്ലാവരും? യെസ്, നമ്മുടെ സൈലത്തിന്റെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിന്റെ മക്കളെ പവർ ഞാൻ കാണുന്നില്ലല്ലോ. എന്ത് പറ്റിന്ന്? എന്താ എല്ലാവർക്കും ഒരു ക്ഷീണം? മഴ പെയ്തിട്ടാണോ? എന്താണ് എല്ലാവരും ചായ ഒന്നും കുടിച്ചില്ലേ? ചായ കുടി, ചോറ് കുടി, കഞ്ഞി കുടി ഒന്നും കഴിഞ്ഞില്ലേ? എന്താണ് അടിപൊളിയല്ലേ? അടിപൊളിയല്ലടാ, നമ്മൾ അടിപൊളിയാണ്. നമ്മൾ ഇനി എന്തോരം അടിപൊളിയാവാൻ കിടക്കുന്നത് അല്ലേ. സോ നിങ്ങൾക്കറിയാം ദേ നമ്മുടെ മെഗാ ഓഫറിനെ കുറിച്ചൊക്കെ നമ്മൾ എത്ര ഇവിടെ കേട്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സൊക്കെ എപ്പോഴും നിങ്ങളടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. ഓരോ അപ്ഡേഷനും നമ്മുടെ സൈലത്തിൽ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിന്റെ എല്ലാ വിശേഷങ്ങളും എന്താ നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫർ വന്ന മെഗാ ഓഫർ അല്ലേ. മെഗാ ഓഫറിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ. സോ എന്ത് ചെയ്യാ, പെട്ടെന്ന് നമ്മൾ ഇതുവരെ എന്തായിരുന്നു 2000 എബോ 2000 മേലെയായിരുന്നു നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ദ ഫസ്റ്റ് ടൈം അല്ലേ എന്താണ് ഇത് ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും എന്താണ് നമ്മുടെ ഓഫർ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മെഗാ ഓഫറാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ പ്രമാണിച്ച്. സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ കാണുന്നില്ലേ, ഇതേ താഴെ നമ്മുടെ ഒരു കോൺടാക്ട് നമ്പർ, അതിലേക്ക് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് വിളിക്കാൻ പറയാം. പാരൻസ് വിളിച്ചാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഒരാൾ എടുക്കില്ല, അത് വേറെ കാര്യം. എന്ത് ചെയ്യാം, നിങ്ങൾ അവഞ്ചേഴ്സ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കാം. ഒന്നും നോക്കണ്ട, ബാഗും പൂട്ടി എന്താണ്, തട്ടും പൂട്ടി ബാഗും പൂട്ടി എന്താണ്, ഇങ്ങ് വന്നോളാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ കവിതയുടെ പേര്? ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കവിതയുടെ പേര്? വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് അവർ ചാപ്റ്റർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് അവർ പോം? എന്താണ്? കവിത എന്നല്ല, കവിത അല്ലേ. പറഞ്ഞേ, എന്താണ് ടൈറ്റിൽ? ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും എന്ത് പറയുന്ന അറിയോ, ടൈറ്റിൽ ഒന്ന് കോമന്റ് ചെയ്യാൻ പറയും. ബിക്കോസ് നമ്മുടെ പാഠത്തിന്റെ പേര് പോലും എന്താണ് ശരിക്കും ചില സമയത്ത് എന്ത് ചെയ്യാറില്ല, നിങ്ങൾ അറിയാറില്ല, നിങ്ങൾ പഠിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറയാറുണ്ട്. കമന്റ് ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം അവിടെ എന്തിനാ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ ഒന്ന് എന്ത് ചെയ്യാ, യെസ് എല്ലാവരും വരട്ടെ. യെസ്, അതാ ഞാൻ പറഞ്ഞില്ല എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവുമെന്ന്. തീർച്ചയായും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് എൻ്റെ മക്കളെ. നമ്മൾ ആദ്യത്തെ ഒരു ചുവട്ടുപടി എന്താണ്, നമ്മുടെ പാഠത്തിന്റെ പേര് പഠിക്കുക എന്നുള്ളതല്ലടാ. സോ നിങ്ങൾ എപ്പോഴും എന്ത് വേണം, നിങ്ങൾ പാഠത്തിന്റെ പേര് ശരിക്കും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ദേ അതവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സോ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ഒരുപാട് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ചിട്ടാണ് പല ആളുകളും എന്ത് ചെയ്തത്, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അങ്ങനെ അടിച്ചു വിട്ടത്. സോ ഇറ്റ് ഈസ് ഡോർസ് ഓഫ് ഡെയറിങ് ആൻഡ് ദാറ്റ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി ചാപ്റ്റർ അല്ലേ. നോക്കാം നമുക്ക്. വി ഹാവ് സം ഇൻട്രൊഡക്ഷൻ ഹിയർ. നമ്മളെടുത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ മൗണ്ടെയിൻ? നമ്മളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും എന്താണ് ഒരു മൗണ്ടെയിനിലെ ഒരു പർവ്വതത്തിന്റെ മേലെ ഒരു മലയുടെ മേലെ നിങ്ങൾ എന്താണ് ക്ലൈംബ് ചെയ്ത് പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും. ഇതിൽ ആരൊക്കെ മല കയറി പോയിട്ടുണ്ട്? പറഞ്ഞേ, ആരൊക്കെ മല കയറി പോയിട്ടുണ്ട്? പറഞ്ഞേ, ആരൊക്കെയാണ് ഇതിൽ മൗണ്ടെയിൻ മേലെ മല കയറി പോയത്? ട്രെക്കിങ്ങിനൊക്കെ പോയ ആളുകൾ ആരൊക്കെയാ? യെസ്, പോയിട്ടുണ്ട് മിസ്സേ. ആഹാ, വെരി ഗുഡ് അല്ലേ. പോയവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തരാം. നമ്മളിങ്ങനെ കയറി എൻ്റെ പൊന്നോ എന്താണ് വടിയും കുത്തി പൊടിച്ച് കയറി നമ്മളിങ്ങനെ കൊയ്യുങ്ങും, നമ്മുടെ കാലൊക്കെ ഇങ്ങനെയുള്ള എന്താണ്, അയ്യോ നമ്മുടെ ചില മൗണ്ടെയിൻസ് ഒക്കെ എന്താ കുത്തനെയായിരിക്കും. പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ കയറി കഴിഞ്ഞ് നമ്മൾ അവിടെ അങ്ങ് ചെന്ന ആ ഒരു പീക്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്.
ആ ഒരു വ്യൂ നമ്മളിങ്ങനെ ആ ഒരു സൗന്ദര്യം അല്ലേ, നേച്ചർ നമ്മളിങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചതുപോലെ ആയിരിക്കും. നമ്മൾ എപ്പോഴും ഏതൊരു മലൻ്റെ മേലും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ, നമ്മുടെ നേച്ചർ എന്താണ്, നമ്മളിങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചതുപോലെ, നമ്മളിങ്ങനെ ഭംഗിയായിട്ട് സുന്ദരമായിട്ട് പെയിൻറ് ചെയ്ത് വെച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തോന്നാല്ലേ. അപ്പം നോക്കിയേ നിങ്ങൾ, നോക്ക്, ഹാവ് യു എവർ ക്ലൈംബ് എ മൗണ്ടെയിൻ? ഹാവ് യു ever climbed a mountain? നിങ്ങൾ എപ്പോഴെങ്കിലും എന്താണ് ഒരു മലയുടെ മേലെ കയറിയിട്ടുണ്ടോ? ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. ആ രണ്ടാമത്തെ നോക്ക് നിങ്ങൾ, രണ്ടാമത്തത്, ഇമാജിൻ ക്ലൈംബിംഗ് എ സ്റ്റീപ്പ് ടവറിങ് മൗണ്ടെയിൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു സ്റ്റീപ്പ് ഇങ്ങനെ കുത്തനെ ചെരിഞ്ഞിങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ മേലെ നിങ്ങൾ കയറുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അമ്മേ, നമ്മളിങ്ങനെ കയറി കയറി എനർജിനെ പോയി, എന്താ ഇപ്പം കഥ അല്ലേ, എന്താ ഇത് കഥ? വി ബിക്കം വെരി വീക്ക് അല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീക്ക് ആവും. സോ ഇമാജിൻ ക്ലൈംബിംഗ് എ സ്റ്റീപ്പ് ടവറിങ് മൗണ്ടെയിൻ. അപ്പോൾ അല്ലേ എന്താണ് ഒരു കുത്തനെയുള്ള പർവ്വതം അല്ലേ, അത് കയറുന്ന ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. What thoughts and emotions would go through your mind? നമ്മളത് ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നാ ചോദിക്കുന്നത്. ഓക്കെ, നോക്ക് നിങ്ങൾ, let us read the poem. നോക്കാം. അപ്പൊ നമ്മളടുത്ത് ഇവിടെ ഓൾറെഡി പറഞ്ഞു, നമ്മളടുത്ത് സ്റ്റീപ്പ് മൗണ്ടെയിൻ കയറാൻ പോവാണെന്ന്. ഇവിടെ നമുക്ക് എന്ത് കാണാം? we can see a girl here. നമുക്കൊരു പെൺകുട്ടീനെ അവിടെ കാണാം. സോ നമുക്കിനി നോക്കാം എന്താണ് ഇവിടെ അവസ്ഥ. നമ്മുടെ കവിത എഴുതിയത് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ. പണ്ട് 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 എല്ലാവരും എന്ത് ചെയ്യും, അച്ഛന്മാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജൂനിയർ എന്ന് പേരിടും. വെറും ജൂനിയർ അല്ല, ഇപ്പോൾ ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ എന്നൊക്കെ പറയുന്നത് പോലെ ജൂനിയർ എന്ത് ചെയ്യും അവർ പേരിടും. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ, ജൂനിയർ ക്രിസ്ത്യാനോ ഇല്ലേ നമ്മുടെ, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ദ ഓഥർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൻറിയെ കുറിച്ചാണ്. Who is Henry Van Dyke? ആരാണ് ഹെൻറി വാൻ ഡൈക്ക്? ആരാത്? നോക്ക് നിങ്ങൾ, നോക്ക്, അമേരിക്കൻ റൈറ്റർ ആൻഡ് പോയറ്റ്. അമേരിക്കൻ റൈറ്റർ ആൻഡ് പോയറ്റ് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ was born in 1852. 1850. എൻ്റെ പൊന്നോ, ഏതോ കാലം മുന്നേലേ, 1752 ജനിച്ച മനുഷ്യനാണ്. ഇവിടെ നമ്മൾ ഏതായാലും നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് പഠിക്കാനുണ്ട്. നോക്ക്, പ്രൊഫൈൽ റൈറ്റിംഗ് നമുക്കറിയാം എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, പ്രോപ്പർ നൗണ് നമ്മൾ നോക്കി. രണ്ടാമത്തത് വർഷങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, അവിടെ നമ്മൾ ഇന്ന് കൊടുക്കണം. ഇൻ ജർമ്മൻ ടൗൺ USA he became popular. എന്തൊക്കെയാണ് അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ചത് എങ്ങനെയാ? For a wide range of poetry that explored various aspects of religion and man's relationship with nature. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതേപോലെ തന്നെ മനുഷ്യന് നേച്ചറുമായിട്ടുള്ള, നമ്മളെ എൻവയൺമെൻറ്റുമായിട്ടുള്ള, നമ്മളും നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങള്, കണക്ഷന്, അതൊക്കെ എന്താണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കവിത എഴുതിയത്. നോക്ക്, he was a professor. അദ്ദേഹം ആരാണ്? He was a professor. ഒരു പ്രൊഫസറാണ് അദ്ദേഹം. He was a professor of English literature. നോക്ക്, എവിടെയാണ് അദ്ദേഹം? At Princeton University for over 20 years. Oh my God. 20 വർഷത്തിലേറെ എന്താണ് അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. His notable works are The Other Wise Man and The First Christmas Tree. അദ്ദേഹത്തിൻ്റെ
ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട his notable works are the other wise man and the first Christmas tree. ഈ രണ്ട് വർക്ക്സ് ആണ് എന്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അഗെയിൻ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ പുസ്തകത്തിന്റെ പേരൊക്കെ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? അതിന്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ കണ്ടോ? പ്രോപ്പർ നൗൺ. അപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തു. ആൻഡ് ഇവിടെ നോക്ക്, നമ്മൾ ഇൻ ഉപയോഗിച്ചു. അഗെയിൻ നമ്മളൊരു വർഷം, അതായപ്പോൾ നമ്മൾ എന്തുപയോഗിച്ച? നമ്മൾ എന്ത് ഇൻ ഉപയോഗിച്ച്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നോക്കണേ നിങ്ങള്, അടുത്ത് നോക്കണേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ പോം നമ്മൾ പഠിക്കാൻ പോവാ. ഓക്കെ, നമ്മള് നമ്മുടെ കവിത പഠിക്കാൻ പോവാ നമ്മള്. സോ നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മൾ മൗണ്ടെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ്, എസ്പെഷ്യലി സ്റ്റീപ്പ് മൗണ്ടെയിൻ. നിങ്ങളിൽ ആരൊക്കെ വലിയ മല കയറിയിട്ടുണ്ട്? ഇനി അതുമല്ല, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് മിസ് ചെയ്യാൻ. ഞാൻ എത്രയോ ക്യാമ്പിനൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് മൗണ്ടെയിനിയർ ആവണം അല്ലേ, എനിക്ക് വലിയൊരു പർവ്വതാരോഹണം ആവണം. ആരോ വേണ്ട, മൗണ്ടെയിനിയർ മതി നമുക്ക്. ഓക്കെ, സോ എനിക്ക് എന്താണ് മിസ്, എനിക്ക് എന്ത് വേണം? എനിക്ക് മല കയറണം അല്ലേ? അത് പറയുന്ന എത്രയോ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിയ കോഴ്സുമാണ്, വലിയ വലിയ കോഴ്സാണത്. കുഞ്ഞുങ്ങൾ എന്താണ് വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്? ഉണ്ട്. സോ നമ്മളിവിടെ നോക്കേണ്ട എന്താണ്? ദ മൗണ്ടെയിൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ. ഓ, എന്ത് ബ്യൂട്ടിഫുൾ ആല്ലേ ഇത് വായിക്കാൻ തന്നെ. ദി മൗണ്ടെയിൻസ്, ദി മൗണ്ടെയിൻസ് ദാറ്റ് എൻഫോൾഡ്, നമ്മുടെ കാണുന്ന പർവ്വതങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ് എൻഫോൾഡ് ദി വെയിൽ with walls of granite, steep and high. Inward, the fearless foot to scale their stairway towards the sky. എന്ത് ബ്യൂട്ടിഫുൾ ഇതാണ് ലൈൻസാ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അത് കേട്ടെ. ഞാൻ ആദ്യം ഇത് വായിച്ചിട്ട് എനിക്ക് മാത്രമാണോ ഈ രോമാഞ്ചിഫിക്കേഷൻ? നിങ്ങൾക്ക് വല്ല രോമാഞ്ചിഫിക്കേഷനും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വല്ലതും മനസ്സിലായോന്ന് പറഞ്ഞടാ. യെസ്, മനസ്സിലായി മിസ്സേ. ഓക്കെ, നോ പ്രോബ്ലം. സോ ദ മൗണ്ടെയിൻസ് ദാറ്റ് unfold the veil with walls of granite. അല്ലേ? എന്താ പറയുന്നത്? താഴ്വരകൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള താഴ്വരകൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ താഴ്വരകളൊക്കെ എന്താണ്? ആരാണ് മൂടിയത് മുഴുവൻ? ആ താഴ്വരകൾ പോലും മുഴുവൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഈ താഴ്വരയിലൊക്കെ എന്താണ്? മുഴുവൻ കവർ ചെയ്ത് അവിടെ ആര് നിൽക്കുന്നുണ്ട്? തല ഉയർത്തി. ദേ എൻഫോൾഡ് എന്ന് പറഞ്ഞ എന്താണടാ? എൻഫോൾഡ് എന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ മൂടുക അല്ലേ? സോ മുഴുവൻ മൂടി കവർ, അതായത് അവിടെ അത്രയ്ക്കും എന്താണ്? പർവ്വതങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട്. സോ താഴ്വരകളെ മറയ്ക്കും പോലെ, വഴികളെ പോലും മറയ്ക്കും പോലെ അവിടെ ഇങ്ങനെ തിങ്ങി മൂടി നിൽക്കുന്നത് ആരാണ്? വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്. നല്ല വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് അല്ലേ? എന്താണ് അല്ലേ? കല്ലുകൾ. നമുക്കറിയാം ഗ്രാനൈറ്റിലെ കല്ലുകൾ എന്ന് ഉദ്ദേശിക്കുന്ന. സോ തിളക്കമുള്ള കല്ലുകൾ, പാറകളുമായി അല്ലേ, ഉറച്ച കല്ലുമായി തിളങ്ങുന്ന, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ആരാണ്? പർവ്വതമാണ്. സോ താഴ്വരകളെ തിളങ്ങി മൂടി നിൽക്കുന്നത് ആരാണ്? നമ്മുടെ പർവ്വതങ്ങളാണോ? എങ്ങനെയുള്ള പർവ്വതങ്ങളാണ്? അങ്ങനെ ആപ്പ ഊപ്പ പർവ്വതമല്ല. എന്താണ്? വളരെ സില്ലി ആയിട്ടുള്ള പർവ്വതങ്ങളല്ല. വളരെ എന്താ പറയാ? സ്റ്റീപ്പ് ആൻഡ് ഹൈ. സ്റ്റീപ്പ് ആൻഡ് ഹൈ. എന്താണ് സ്റ്റീപ്പ് എന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ അങ്ങ് കുത്തനെ അങ്ങ് പോവാ അല്ലേ? അങ്ങനെ അങ്ങ് കുത്തനെ നിന്ന ഹൈ
പോവാണ് അങ്ങോട്ടേക്ക്. ഇങ്ങനെ ചിരിഞ്ഞിങ്ങനെ നമ്മുടെ ജംഗിൾ ബുക്കിൽ നമ്മുടെ മോഗ്ലി കയറുന്നത് പോലെ അങ്ങനെ അങ്ങ് പോവാ. സ്റ്റീപ്പ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ്. അപ്പൊ തല ഉയർത്തി നിൽക്കുന്ന താഴ്വരകളേക്ക് ഇങ്ങനെ മൂടി ആകാശം തൊട്ട് നിൽക്കുന്ന പർവ്വതമാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്യാണ്? ഇൻവൈറ്റ്, ഐ എം ഇൻവൈറ്റിംഗ്, ഞാൻ ക്ഷണിക്കുകയാണ് അല്ലേ. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ്, അവരെല്ലാവരെയും ക്ഷണിക്കുന്നില്ല. മൗണ്ടൈൻ എന്താ പറയുന്നത്? ഞാൻ എല്ലാവരെയും എന്ത് ചെയ്യുന്നില്ല? ക്ഷണിക്കുന്നില്ല. എനിക്ക് ആര് മാത്രം മതി? ഫിയർലെസ് ഫുഡ്, ഭയമില്ലാത്ത, ഫിയർലെസ്ലി ഭയമില്ലാത്ത, ഫിയർലെസ് ഫുഡ് to scale their stairway towards the sky. എന്താ പറയുന്നത്? ഭയമില്ലാത്തവരാണോ നിങ്ങൾ? പേടിയില്ലാത്തവരാണോ നിങ്ങൾ? വാ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങോട്ടേക്കാണ്? ആകാശത്തേക്കുള്ള സ്റ്റെയർ കേസ്, ആകാശത്തേക്കുള്ള ചവിട്ടുപടി ആരാണ്? ഞാനാണ്. എന്നിലാണ് എന്താ? ആകാശത്തേക്കുള്ള ചവിട്ടുപടി. ആകാശം മുട്ടി നിൽക്കുന്ന കോണിപ്പടി എവിടെയാണ്? എൻ്റെ ഉള്ളിലാണ്, എൻ്റെ കയ്യിലാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആരെയെ ക്ഷണിക്കുന്നത്? നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങൾ ഫിയർലെസ് ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറി വാ. എങ്ങോട്ടേക്കാ? ആകാശം മുട്ടുന്ന ഒരു സ്റ്റേ വേ എവിടെയുണ്ട്? എൻ്റെ മേലുണ്ട്. സോ അവിടെ എന്താണ്? ടുവേർഡ്സ് ദി സ്കൈ. നിങ്ങൾക്ക് ആകാശത്തിലേക്ക് പോണോ? യു ക്ലൈംബ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ മേലെ കയറി വാ എന്ന് മൗണ്ടെയിൻ ഇങ്ങനെ പറയാലേ. എന്ത് ബ്യൂട്ടിഫുൾ ലൈൻസ് ആണ് അല്ലേ? അല്ലേ? ബ്യൂട്ടിഫുൾ ലൈൻസ് അല്ലേ? അല്ലടാ? ആണല്ലേ? സോ നോക്കിയേ നിങ്ങള്, എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണല്ലേ? യെസ്. എന്തെങ്കിലും സംശയമുണ്ടോ മക്കളെ? നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 4 ലൈൻസിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ, ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടടാ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? The mountains that enfold the vale, with walls of granite steep and high, invite the fearless foot to scale their stairway towards the sky. ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന്. സംശയം ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകൂടി പറയണം. മിസ്സി ഒന്നുകൂടി പറയൂ. തീർച്ചയായിട്ടും. നമ്മൾ എന്താ, നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണേ. ഓക്കെ, നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളിത് ഇവിടെ നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓക്കെ, തൽക്കാലം ഇത് നിങ്ങളാന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളാണ് കൊതുവിനെ, ഇതെന്തപ്പോൾ ഇത് കോക്രോച്ചിനെ പോലെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് നിങ്ങളാണ്. നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? വലിയൊരു മലയുണ്ട്. ഓക്കെ, ഈ മൗണ്ടെയിൻ നിങ്ങളോട് പറയാണ്. എങ്ങനെ ഈ മൗണ്ടെയിൻ? ഇവിടെ ഇങ്ങനെ വഴിയൊക്കെ ഉണ്ട്. ഓക്കെ, വെയിൽ എന്ന് പറഞ്ഞ എന്താണടാ? താഴ്വര. ഈ താഴ്വരയൊക്കെ ഇങ്ങനെ ഫുൾ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കടന്നു മൂടിയിരിക്കുകയാണ്. ആര്? ഈ മൗണ്ടെയിൻ, വലിയൊരു മൗണ്ടെയിൻ. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്. മല എങ്ങനെ ഉണ്ടാവുന്നത്? പാറയല്ലേ, കല്ലല്ലേ? ശരി. സ്റ്റീപ്പ് ആൻഡ് ഹൈ. അപ്പൊ ഇതിന്റെ വാൾസ് ഒക്കെ നിറയെ എന്താടാ? നിറയെ അല്ലേ തിളങ്ങുന്ന, നല്ല തിളങ്ങുന്ന പാറക്കല്ലുകളുമായി ഇങ്ങനെ നിൽക്കാ പുള്ളി. ഇങ്ങനെ നിൽക്കുകയാണേ. എന്നിട്ട് നോക്ക്. യെസ്. അപ്പൊ എന്നിട്ട് പറയാണ്. അപ്പൊ ഈ മൗണ്ടെയിൻ നിങ്ങളോട് നോക്കി പറയാണ്. നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഈ മൗണ്ടെയിൻ പറയാണ്, ഇൻവൈറ്റ്, ഐ എം ഇൻവൈറ്റിംഗ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആരെയാ ക്ഷണിക്കുന്നത്? ഫിയർലെസ്, ഭയമില്ലാത്തവരെ. ഭയമില്ലാത്തവരെ ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ്. ഭയമില്ലാത്തവരെ. എന്തിനാ? ഈ പറയുന്ന കുത്തനെയുള്ള മലയുടെ മുകളിലേക്ക് നിങ്ങൾ കയറണം. എന്താ പ്രത്യേകത? ഈ മലയുടെ മുകളിൽ എന്തുണ്ട്? സ്റ്റേ വേ ടുവേർഡ്സ് ദി സ്കൈ. നിങ്ങൾക്ക് ആകാശത്തേക്ക് കയറി പോകാനുള്ള
കോണിപ്പടി ആരെടുത്തുണ്ട്? എൻ്റെ അടുത്തുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന എന്താണ്? ഞാൻ കോണിപ്പടിയാണ്. ആകാശത്തിലേക്ക് നിങ്ങൾക്ക് ആകാശത്തിന്റെ തൊട്ടടുത്ത് പോകണോ? ആകാശത്തോട് സംസാരിക്കണോ? ഞാനാണ് കോണിപ്പടി. ഐ ആം ദ സ്റ്റേവേ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മേലെ കൂടെ കയറി വാ. സ്റ്റീപ്പ് എന്ന് പറഞ്ഞ എന്താ പറയുക? ചെങ്കുത്തായ, കുത്തനെ. ഓക്കെ. സോ നമ്മുടെ മൗണ്ടൻ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ജയന്റ് ആ കുട്ടി ഇങ്ങനെ നമ്മളിവിടെ കണ്ടില്ലടാ, നമ്മുടെ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ? അവളോട് പറയാണ് പർവ്വതം അല്ലേ. സോ എന്തൊരു ഭംഗിയാണത്. അടുത്ത് നോക്കി നിങ്ങള്. ദി റെസ്റ്റ്ലെസ്, ഒരു റെസ്റ്റുമില്ല, വളരെ ഇങ്ങനെ ശരപ്പടേ പറഞ്ഞില്ലേ? റെസ്റ്റ്ലെസ് ഡീപ് diving sea that flows and forms from shore to shore, calls to its sunburned chivalry, push out, set sail, explore. അടുത്തത് എന്താ പറയുന്നത്? എൻ്റെ മേലെ വന്നാൽ നിങ്ങൾക്ക് ആകാശത്തെ കാണാം. അടുത്തത് പറയാണ് ദി റെസ്റ്റ്ലെസ് ഡീപ് ഡൈവിങ് സീ, കുതിച്ചു പായുന്ന അല്ലേ, ഇങ്ങനെ ഇളകി മറിഞ്ഞു പോകുന്ന ഡീപ് ആഴമുള്ള കടൽ എന്തുണ്ട്? എൻ്റെ അടുത്തുണ്ട്. ദാറ്റ് ഫ്ലോസ്, എങ്ങനെയാ ഈ കടൽ ഒഴുകുന്നത്? എങ്ങനെയാ ദാറ്റ് ഫ്ലോസ്, എങ്ങനെയാണ് ഈ കടൽ ഒഴുകുന്നതാ? that flows and forms from shore to shore. ഷോർ എന്ന് പറഞ്ഞ എന്താ? തീരം. അപ്പോൾ ഈ കടൽ എന്താ ചെയ്യുന്നത്? ഒരു തീരത്തിൽ നിന്നും ഒരു ബീച്ചിൽ നിന്നും എന്ത് ചെയ്യണ? മറ്റൊരു ബീച്ചിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. calls to its sunborn chivalry. അപ്പോ എന്താണ് കടല്? calls to its sunborn chivalry, push out, set sail, explore. The sea is very happy. calls to its sunborn chivalry. sunborn എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നേ ഇരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ബീച്ചിൽ കണ്ടിട്ടില്ലേ? ഇല്ലടാ അല്ലേ? സോ നമ്മുടെ കടൽ എന്താണ്? വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഇവരോട് ഇങ്ങനെ പറയാണ്. അടുത്തത് എന്താണ്? തീരം തീരം തീരല്ലേ? ഒരു തീരത്തിൽ നിന്നും മറ്റൊരു തീരത്തേക്ക് ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്ന കടലിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. നോക്കിയേ നിങ്ങള്, നോക്ക. സോ നോക്കണേ. Yes, calls to its sunborn chivalry, push out, set sail, explore. അപ്പോ the restless deep diving sea. അടുത്ത പറയുന്നത് എന്താണ്? ആഴമുള്ള കടലാണ്. രണ്ടാമത്തത് നല്ല ആഴമുള്ള ഡീപ്പായിട്ടുള്ള ഡൈവിംഗ്, ആഴമുള്ള കടലാണ്. ആ കടല് that flows and forms from shore to shore. നമുക്കറിയാം തീരത്തോട് തീരം, ബീച്ചോട് ബീച്ച് എന്താണ്? ശക്തിയായി ഇങ്ങനെ തിരയടിച്ചു കൊണ്ടിരിക്കുന്ന കടലുകളാണ്. അപ്പോ ആരെയാ വിളിക്കുന്നത്? ടു ഇറ്റ്സ് സൺബോൺ chivalry. chivalry എന്ന് പറഞ്ഞ എന്താണ്? വെറുതെ നമ്മൾ പറയില്ലേ മാടമ്പികൾ, ധീരത എന്നൊക്കെ പറയില്ലേ? അതാണ് chivalry. അപ്പൊ ഇത്രയും വെയിലുള്ള അല്ലെ, ഇത്രയ്ക്കും ചൂടുള്ള, ഇത്രയ്ക്കും ഹീറ്റായി നിൽക്കുന്ന, ഇത്രയ്ക്കും ശക്തമായിട്ട് തിരയടിക്കുന്ന കടൽ നമ്മളെ വിളിക്കാണ്. എങ്ങോട്ടേക്കാണ് നമ്മളെ വിളിക്കുന്നത്? കടൽ എന്താ വിളിക്കുന്നത്? വെറുതെ വെള്ളത്തിൽ കളിക്കാനാ? നോട്ട് അറ്റ് ഓൾ. നമ്മളോട് പറയാണോ പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. നോക്കി നിൽക്കാതെ എന്ത് ചെയ്യ്? അങ്ങെടുക്ക് പായക്കപ്പൽ, പോ, യാത്ര ചെയ്. സെറ്റ് സെയിൽ എന്താണ്? തുഴയാൻ പോ. കടലിൽ എന്താണ്? എക്സ്പ്ലോർ ദി സീ. കടലിൽ പോയിട്ട് എന്താ? എക്സ്പ്ലോർ ചെയ്യും. നീന്തി വാ, തുഴഞ്ഞു വാ. യു എൻജോയ്, യു എക്സ്പ്ലോർ, യു എക്സ്പീരിയൻസ് ദി സീ. അപ്പൊ കടലും പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ കടലിലേക്ക് വാ. കടൽ അത് പുറത്തു നിന്ന് എന്ത് ചെയ്യല? അവരെ ഡയലോഗ് അടിക്കാതെ കടലിൻ്റെ ഉള്ളിലേക്ക് വാ, കടലിലേക്ക് വാ. യു സെയിൽ, നിങ്ങൾ തുഴയണം, നിങ്ങൾ നാവികനാവണം, നിങ്ങൾ യാത്ര ചെയ്യണം. ദാറ്റ് ഈസ് എക്സ്പ്ലോറിങ്. സോ യു എക്സ്പ്ലോർ. അതാരാ പറയുന്നത്? നമ്മുടെ കടൽ പറയണം. അപ്പൊ നമ്മുടെ മൗണ്ടെയിൻ എന്താ പറയുന്നത്? മൗണ്ടെയിൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേലെ കയറി വാ, ആകാശത്തേക്ക് പോയി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സംസാരിക്കാം. കടൽ പറയുന്നത് എന്താണ്? calls to its sunborn chivalry. എന്താണ്? ഞാൻ മാടമ്പിയാണ് അല്ലെ, സൺബോൺ chivalry ആണ് ഞാൻ. വെയിൽ കൊണ്ട് കറുത്ത, അത്രയ്ക്കും ചൂടുള്ള, ജ്വലിക്കുന്നവനാണ് ആര്? ഞാൻ, കടൽ. ആ എന്നിലേക്ക് നിങ്ങൾ വാ. ഒരു തോണിയെടുക്ക്, തുഴയ്, ബോട്ട് എടുക്ക്,
എന്ത് ചെയ്യണം, നിങ്ങൾ അറിയണം. യു എക്സ്പീരിയൻസ് ഇറ്റ്, യു ഫീൽ ഇറ്റ്, യു എക്സ്പീരിയൻസ് ഇറ്റ്, യു എക്സ്പ്ലോർ ഇറ്റ്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ടു ബി വെരി അഡ്വെഞ്ചറസ്. നമ്മൾ എന്താവണം? ധൈര്യം വേണം. നമുക്ക് എന്ത് വേണം? നമുക്ക് എന്ത് വേണം? ധൈര്യം വേണം, തൻ്റെ ഇടം വേണം, ധൈര്യം വേണം. നമുക്ക് ധൈര്യം ഉണ്ടായാലല്ലേ പോവുള്ളൂ. ഞാനൊന്ന് എന്താണ് ചിലപ്പോൾ നമുക്ക് അറിയും നമുക്ക് എന്ത് സംഭവിക്കുന്നു ഇല്ല. അപ്പൊ ധൈര്യമുള്ള ആളുകളോടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അല്ലേ? നിങ്ങൾക്ക് ധൈര്യം ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ടിൽ പോകാൻ ഇഷ്ടമാണല്ലോ, എനിക്കറിയാം. സോ നമ്മളടുത്ത് എന്താ പറയുന്നത്? എക്സ്പ്ലോർ ചെയ്യാനാ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലോർ ചെയ്യണം, അല്ലേ? സോ കടലിനെ അറിയണം, അല്ലേ? വേടം പാടിയ പോലെ എന്താണ്? കടലിനമ്മ പെട്ടത് മക്കള്. അതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ കടലിനെ അറിയണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റാൻസ്, നമ്മുടെ മൂന്നാമത്തെ സ്റ്റാൻസ് എന്താണെടാ? നോക്കിയേ നിങ്ങള്. And all the bars at which we fret that seems to poison and control are but the doors of daring set ajar before the soul. ഇവിടെ നമ്മളെടുത്ത് നമ്മുടെ ധൈര്യം, അല്ലേ? എന്താണിപ്പം? നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എന്താണ് ഫുള്ള് എന്താണ് പേടിയാണോ? എടാ പേടിയാണോ? പേടിത്തൊണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ മക്കള്. ഇനി നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണെന്ന് എനിക്ക് വലിയ ഒരു ഇതൊന്നുമില്ല, തോന്നലൊന്നുമില്ല. പേടിയൊന്നും ഇപ്പോഴത്തെ മക്കൾക്ക് തീരെ പേടിയില്ലാത്തതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പൊ നോക്കിയേ നിങ്ങള് നോക്കുക. ആൻഡ് all the bars at which we fret that seems to poison and control are but the doors of daring set ajar before the soul. ആക്ച്വലി ഇവിടെ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളോടത്ത് പറയുന്നത് എന്താണ്? നമ്മൾ ഭയക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ നമുക്ക് ശോഭം വേണ്ട, നമ്മള് ഒരു ഭയക്കുന്ന കാര്യം. And all the bars at which we fret that seem to poison and control are but the doors of daring set ajar before the soul. So എന്താ പറയുന്നത്? നമ്മളോട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും എന്താണ് പേടിച്ച് നിൽക്കുന്നത്? എന്താണ്? നമ്മളെ വല്ലാതെ എന്ത് ചെയ്യും? ക്ഷീണിപ്പിക്കും. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുന്നിലുള്ള മറകളും മാറുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഇന്നർ സെൻസ് ഉണ്ട്, അല്ലേ? ശരിക്കുള്ള നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ നമ്മളത് പറയുന്നത് ഭയക്കാൻ പാടില്ല. ഭയം മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ കണ്ടെത്തണം. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെഡ്, നമ്മൾ ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ സംശയിക്കുന്ന എല്ലാ കാര്യങ്ങളും, ദറ്റ് സീംസ് ടു പോയ്സൺ ആൻഡ് കൺട്രോൾ, നമ്മളല്ലെങ്കിൽ വളരെ എന്താണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ. എനിക്കിവിടെ പരമസുഖമാണ്, ഞാൻ ഇവിടെ നിന്നില്ല, അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്താണ് ബേസിക്കലി നമ്മൾ എന്താവൂല? നമ്മളാവൂല. നമ്മൾ എപ്പോഴും എന്ത് വേണം? അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ എപ്പോഴും എന്ത് വേണം? നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ എന്ത് വേണം? പുറത്ത് വരണം. നമ്മൾ എപ്പോഴും എന്ത് വേണടാ? നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ എന്ത് വേണം? പുറത്ത് വരണം. ദറ്റ് സീം ടു പോയ്സൺ ആൻഡ് കൺട്രോൾ. സോ നമ്മൾ എപ്പോഴും ഒരേ കാര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ഒരേപോലെയാണെങ്കിൽ, ഒരു താല്പര്യമില്ല, നമ്മളൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ, നമ്മൾ കടലിൽ കളിക്കാതെ, നമ്മൾ മൗണ്ടൈൻ്റെ മേലെ കയറാതെ, നമ്മൾ പുഴയിൽ ഇറങ്ങി കളിക്കാതെ, നമ്മൾ ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ നടക്കുമ്പോൾ എന്താ? നമ്മൾ നല്ല മണ്ടന്മാരാകും. അത് നമുക്കൊരു ജയില് പോലെ. അത് നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞ് എന്താ ചെയ്യുക? നമ്മളെ ഇങ്ങനെ പിടിച്ച് എന്ത് ചെയ്യും? അതങ്ങനെ ഇടും. വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർ ബട്ട് ഡോർസ് ഓഫ് ഡെയറിങ്. അല്ലേ? എന്താണ്? ധൈര്യത്തിന്റെ വാതിലുകൾ നമ്മൾ തുറക്കണം. ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. വി ഷുഡ് ഹാവ് എന്താണ്? വി ഷുഡ് ബി വെരി ബ്രേവ്. നമ്മൾ എന്ത് ചെയ്യണം? ബ്രേവ് ആവണം. ഓക്കെ, എന്നിട്ടോ ദാറ്റ് സെറ്റ് അജാർ ബിഫോർ ദി സോൾ. എന്താ പറയുന്നത്? നമ്മൾ വൺസ് നമ്മൾ അങ്ങനെ ഒന്നായാൽ, സെറ്റ് അജാർ
ബിഫോർ ദി സോൾ അല്ലേ. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എന്താണ് കുറേ കൂടി നമുക്ക് എന്ത് വരണം, ബിഫോർ ദി സോൾ പറഞ്ഞ എന്താ, നമ്മുടെ ഒരു ആത്മാവ് നമുക്ക് നമ്മളെ കുറിച്ച് കുറേ കൂടി എന്താണ് നീക്കി മൂടി വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാരിറ്റിയോട് കൂടി നമ്മൾ വരണം. ആർ ബട്ട് ദ ഡോസ് ഓഫ് ടിയറിംഗ് സെറ്റ് അച്ചാർ ബിഫോർ ദി സോൾ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടെ 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 നമ്മൾ നമ്മളെ മനസ്സിലാക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ബ്രേവ് ആവണം, ധൈര്യശാലികളായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത് നോക്കാം, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നിൽക്കട്ടെ, അത് വരട്ടെ. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമുക്ക് ഈ ചാപ്റ്ററിൽ ഒറ്റ റൈമിങ് വേർഡ്സും ഇല്ല. ഒറ്റൊന്നില്ല എന്നല്ല, നോക്കാം. ഈ ഒരു സ്റ്റാൻസയിൽ വെയിൽ, ഹൈ, ഡെയർ, സ്കൈ, ഇതിൽ നമുക്ക് എന്തില്ല, റൈമിങ് വേർഡ്സ് ഇല്ല. നോക്കാം അടുത്തത് സീ, ഷോർ, ഷിവാറി, എക്സ്പ്ലോർ. സോ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് റൈം വേർഡ്സ് ഇല്ല. നെക്സ്റ്റ് ഇറ്റ് ഇസ് ഫ്രെറ്റ്, കൺട്രോൾ, ഡെയറിങ്, സോൾ, ഇവിടെയാണുള്ളത്. സോ നോക്കാം, നമുക്ക് റൈമിംഗ് വേർഡ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാട്ടോ. നമ്മൾ റൈമിംഗ് വേർഡ്സിന്റെ ഹിയർ വി ഹാവ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പാർട്ട്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ എന്തുണ്ട്, നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് ഉണ്ട്. ഓക്കെ, നോക്ക്. ഹൗ ഡു ദ മൗണ്ടെയിൻസ് എൻഫോൾഡ് ദി വെയിൽ. എങ്ങനെയാണ് നമ്മുടെ മൗണ്ടെയിൻസ് ആ വാലികളെ താഴ്വരകൾ ഇങ്ങനെ മൂടിയിരിക്കുന്നത്, ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, മൂടിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്ക് അടുത്തത്. വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടൻ ആസ് എ സ്റ്റേവേ ടു ദ സ്കൈ. എന്തുകൊണ്ടാണ് നമ്മുടെ പോയറ്റ് പറയുന്നത് എന്താണ്, ആകാശത്തേക്ക് പോകാനുള്ള സ്റ്റേവേ ആണ് മൗണ്ടെയിൻ എന്ന്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സൺബേൺ ഷിവാൽറി. എന്താണ് നമ്മുടെ കവി ഇവിടെ സൺബേൺ ഷിവാൽറി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ലൈൻസ് ഓഫ് ദ പോം സജസ്റ്റ് വി ഷുഡ് treat limitations as opportunities for success. Which line in the poem suggests we should treat limitations as opportunities for success? നമ്മൾ എന്ത് ചെയ്യരുത്, കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലിമിറ്റേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിജയത്തിലേക്ക് മാറ്റണം, നമ്മൾ അവസരങ്ങളായിട്ട് എടുക്കണം. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. ദാറ്റ് ഈസ് ദ ട്രൂ. നമ്മൾ നമ്മൾ കംഫർട്ട് സോണിൽ എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് മാത്രം, എനിക്ക് ഇവള് മാത്രം മതി, ഡോണ്ട് ഡു ദാറ്റ്. വി ഷുഡ് ഹാവ് റിലേഷൻ വിത്ത് എവരിവൺ. നമ്മൾ എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം, ഹായ് ചേട്ടാ, ഹായ് ചേച്ചി, സോറി, ഹായ് മൈ ഡിയർ ഫ്രണ്ട്, എല്ലാവരോടും സൗഹൃദം വേണം. സോ എപ്പോഴും എന്ത് വേണം, നമുക്ക് എപ്പോഴും നമ്മൾ ബ്രേക്ക് ആവണം, നമ്മൾ ബ്രേവ് ആവണം. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നല്ല അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. Okay, next നോക്കുക. How does a poet want the reader to look at life's challenges? How does a poet want? എങ്ങനെയാണ് നമ്മുടെ പോയിറ്റിന് want the reader to look at life's challenges? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രശ്നമായിരിക്കും, പരീക്ഷയായിരിക്കും. സോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു റീഡറുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കവി ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ കവിക്ക് വേണ്ടത്. ഇപ്പൊ കവി കവിത എഴുതി, അതിനെക്കുറിച്ചുള്ളത് ആരാ പറയണ്ടേ, ആരാ അതിനെക്കുറിച്ച് പറയേണ്ടത്, നമ്മളിലെ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ. ഹൗ ഡസ് ദ പോയറ്റ് വാണ്ട് ദ റീഡർ ടു ലുക്ക് അറ്റ് ലൈഫ്സ് ചേഞ്ച്. ഒരു വായനക്കാരൻ എന്ന നിലയിൽ നമ്മുടെ കവി ഇങ്ങനെ ചിന്തിക്കാം, എങ്ങനെയായിരിക്കും ഇയാൾ എന്ത് ചെയ്യുക, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ ഇയാൾ എങ്ങനെയായിരിക്കും പൊരുതാം എന്നെന്ത് ചെയ്യാണ് ഇയാൾ ചിന്തിക്കാണ്. ഓക്കെ, സോ ഇവിടെ നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡു ദ മൗണ്ടെയിൻസ് എൻഫോൾ ദ വെയിൽ. എങ്ങനെയാണ് താഴ്വര അങ്ങ് എടുത്തത്, നോക്ക് നിങ്ങളോ. ഹൗ ഡു ദ മൗണ്ടെയിൻസ് എൻഫോൾ ദി വെയിൽ. എങ്ങനെയാ, ദ മൗണ്ടെയിൻസ് സറൗണ്ട് ദ വാലി. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊരു താഴ്വരയാണെങ്കിൽ എന്താണ്, നീളമുള്ള കുത്തനെയുള്ള ഇതേപോലെയുള്ള മലകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തമായിട്ട് ആ താഴ്വര അങ്ങ് മൂടിയിട്ടുണ്ട്, ആ താഴ്വര അങ്ങ് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ ദ മൗണ്ടെയിൻസ് എൻഫോൾ ദ വെയിൽ. ഇങ്ങനെയാണ് എന്ത്, നമ്മുടെ പർവ്വതങ്ങൾ ആ താഴ്വരയെ എന്ത് ചെയ്യുന്നത്, മൂടുന്നത്. മനസ്സിലായോ?
നെക്സ്റ്റ് നോക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡസ് ദ പോയിറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടെയിൻസ് ആസ് ദ സ്റ്റേവേ ടു ദ സ്കൈ? എന്തുകൊണ്ടാണ് നമ്മുടെ കവി എന്തുകൊണ്ടാണ് നമ്മുടെ കവി ഡിസ്ക്രൈബ് ദ മൗണ്ടെയിൻസ്, നമ്മുടെ മൗണ്ടെയിനെ ഡിസ്ക്രൈബ് ചെയ്തത് ആസ് എ സ്റ്റേവേ ടു സ്കൈ, ആകാശത്തേക്കുള്ള സ്റ്റെയർ വേ ആണ്, വഴിയാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പർവ്വതത്തിനെ ഡിസ്ക്രൈബ് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും? നോക്ക്, ദ മൗണ്ടെയിൻ ലുക്ക് ലൈക്ക് സ്റ്റെയർസ്. പർവ്വതങ്ങൾ എപ്പോഴും എന്തുപോലെയാണ്? ഏണി പോലെയാണ് അല്ലേ? ദ മൗണ്ടെയിൻസ് ദേ ലുക്ക് ലൈക്ക് സ്റ്റെയർസ്, ദേ സീം ടു ലീഡ് അപ്പ് ടു ദി സ്കൈ. അവരെവിടെ വരെ നമ്മളെ നയിക്കും? ആകാശം മുഴുവനും, ആകാശം എത്തുന്നവരെ എന്ത് ചെയ്യും? അപ് ടു ദി സ്കൈ എന്ത് ചെയ്യും? അവർ നയിക്കും. ഇൻവൈറ്റിംഗ് ബ്രേവ് പീപ്പിൾ ടു ക്ലൈംബ് ദം. അത് മാത്രമല്ല, നമ്മുടെ മൗണ്ടെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ബ്രേവ് ആയിട്ടുള്ള, തൻ്റെ അടുത്തോട് കൂടിയുള്ള ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. വാ, ഇങ്ങ് കയറി വാ എന്ത് ചെയ്യുന്നുണ്ട്? കയറി വാട മക്കളെ എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അടുത്ത് നോക്കിയേ നിങ്ങൾ, what does the poet mean by sunburn chivalry? എന്തുകൊണ്ടാണ് നമ്മുടെ കവി sunburn chivalry എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്? എന്താണത് അർത്ഥമാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, കടലിനെ കുറിച്ച് പറയുമ്പോൾ sunburn chivalry എന്ന് പറഞ്ഞു. What did he mean? എന്താണ് നമ്മുടെ കവി ഉദ്ദേശിച്ചത്? That is the question given here. നോക്കിയേ നിങ്ങൾ, sunburn chivalry means brave sailors. These sailors have been in the sun for a long time and are ready to explore the sea. നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ തടങ്ങി നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബോട്ട് എടുക്കണം, നിങ്ങൾ പായ്ക്കപ്പൽ എടുക്കണം, നിങ്ങൾ കടലിലേക്ക് ഇറങ്ങണം. നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിയാൽ എന്തുള്ളൂ? നിങ്ങൾക്ക് കടൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. sunburn chivalry means brave sailors. These sailors have been in the sun for a long time and are ready to explore the sea. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളോട് ഈ പോയത്തിന് മുഴുവൻ നമ്മളോട് കവി പറയുന്നത് എന്താ? നിങ്ങൾ നോക്കി നിൽക്കല്ലേ, നിങ്ങൾ ചുമ്മാ നോക്കി നിൽക്കല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യും, നിങ്ങളിത് അനുഭവിക്കണം, നിങ്ങൾ ഈ സാഹസികമായുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യരുത്? മിണ്ടാതെ നിന്ന് എന്ത് ചെയ്യരുത്? നിങ്ങൾ മണ്ട ശിരോമണികളാവരുത്. നെക്സ്റ്റ് നോക്കുക, which lines of the poem suggest we should treat limitations as opportunities for success? നമ്മുടെ ലിമിറ്റേഷൻസ് എന്ത് ചെയ്യണം? നമ്മുടെ സക്സസിനായിട്ടുള്ള, വിജയത്തിനായിട്ടുള്ള അവസരങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണണം എന്ന് പറയുന്ന ലൈൻ ഏതാടാ? നോക്ക്, the lines and all the bars at which we fret that seem to prison and control are but the doors of daring suggest this: we should see limitations as chances to be brave and succeed. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻസർ കണ്ടു, and all the bars at which we fret that seem to prison and control are but the doors of daring. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണ് വലിയ പ്രശ്നം, അയ്യോ എനിക്ക് വീട്ടിൽ അടുക്കള പണിയണ്ട, എന്നെ കൊണ്ട് പഠിക്കാൻ പോകാൻ സാധിക്കില്ല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ എന്താണ്? നമ്മളിങ്ങനെ മാറ്റാനുള്ള നോക്ക്, ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ്, നമ്മൾ ഭയക്കുന്ന പല കാര്യങ്ങളും എന്താണ്? സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. നമ്മൾ വിചാരിക്കും ജയിലിൻ്റെ ആളാണ്, എനിക്ക് ഫ്രീഡം ഇല്ല, എന്നെ ഇങ്ങനെ വലിച്ചു മുറുകിയിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആക്ച്വലി they are the doors of daring. അവരാണ് എന്ത്? വിജയത്തിന്റെ വാതിലുകൾ അല്ലേ? നോക്ക്, doors of daring. നോക്ക് നിങ്ങൾ, suggest this. നോക്ക്, we should see limitations as chances to be brave and succeed. ഇത് നമ്മളെല്ലാവരും ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏത്? ഈ പറയുന്നത്. we should see limitations as chances to be brave and succeed. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരിമിതികൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡോർ
സക്സസിനുള്ള വാതിലുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയത്തിലേക്കുള്ള വാതിലുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണണം. ഓക്കെ, മനസ്സിലായോ? നമ്മൾക്ക് മുന്നിലുള്ള വാതിലുകൾ എന്താണ്? ലിമിറ്റേഷൻ, നമ്മുടെ പരിധി. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതി. അപ്പൊ നമ്മുടെ പരിമിതിയാക്കണം നമ്മൾ എന്ത്? നമ്മുടെ വിജയത്തിലേക്കുള്ള നമ്മുടെ വഴി. ഓക്കെ, അടുത്ത് നോക്കുക. ഹൗ ഡസ് ദ പോയിറ്റ് വാണ്ട് ദ ലീഡർ ടു ലുക്ക് അറ്റ് ലൈഫ് ചാലഞ്ചസ്? എങ്ങനെയാണ് നമ്മുടെ കവിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ചലഞ്ചസ്, നമ്മുടെ മുന്നിൽ വരുന്ന ചലഞ്ചസിനെ എങ്ങനെയാണ് കവി എന്ത് ചെയ്യുന്നത്? ഒരു വായനക്കാരിൽ നിന്നും, അല്ലെങ്കിൽ ഒരു വായനക്കാരന്റെ കണ്ണിലൂടെ, അല്ലെങ്കിൽ ഒരു വായനക്കാരൻ എങ്ങനെയാണ് ചലഞ്ചസ് നോക്ക്. ഹൗ ഡസ് എ പോയിറ്റ് വാണ്ട് ദ ലീഡർ ടു ലുക്ക് അറ്റ് ലൈഫ് ചാലഞ്ചസ്? ഒരു വായനക്കാരൻ തന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കുക. The poet wants to see life's challenges as chances to be daring. These challenges help us overcome obstacles. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ വിജയത്തിലേക്കുള്ള വഴിയായിട്ട് കാണാനാണ് നമ്മുടെ കവി എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. വിജയത്തിന്റെ ചവിട്ടുപടിയായിട്ടാണ് നമ്മുടെ ദുരിതങ്ങൾ അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അതൊക്കെ. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ. ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. റൈറ്റ് ദം ബിലോ. യു ക്യാൻ സെർച്ച് ഓൺലൈൻ. നമ്മുടെ അടുത്ത് വളരെ എന്താണ്? ധൈര്യപൂർവ്വമുള്ള കറേജ്, അല്ലെ ബ്രേവറി, ഇതിൻ്റെ ഒക്കെ കുറച്ച് കോട്ട്സ് എടുക്കാനാണ് പറഞ്ഞത്. ഇറ്റ് ടേക്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ബ്രേവറി ടു സ്റ്റാൻഡ് അപ്പ് ടു അവർ എനിമീസ്, ബട്ട് ജസ്റ്റ് ആസ് മച്ച് as to stand up to our friends. അല്ലേ? സോ നോക്കി, ഇറ്റ് ടേക്സ് ബ്രേവറി ടു കീപ് ഗ്രോയിങ്, കീപ് forgiving, കീപ് ഹീലിംഗ്. ഇത് ജസ്റ്റ് അവർ തന്നുള്ളൂ. നിങ്ങളടുത്ത് ഗൂഗിളിൽ നിന്നും ഒക്കെ നോക്കി എഴുതാൻ പറയുന്നുണ്ട്. ഒരു വിഷയമല്ല. ഇറ്റ് ടേക്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ബ്രേവറി ടു സ്റ്റാൻഡ് അപ്പ് ടു അവർ എനിമീസ്, ബട്ട് ജസ്റ്റ് ആസ് മച്ച് ടു സ്റ്റാൻഡ് അപ്പ് ടു അവർ ഫ്രണ്ട്സ്. അല്ലേ? സോ നമ്മൾ എന്താണ്? നമ്മുടെ ശത്രുക്കളുടെ മുന്നിലായാലും എന്താണ്? നമുക്ക് എന്ത് വേണം? യെസ്, നമ്മൾ തല ഉയർത്തി നിൽക്കണം. അതേപോലെ തന്നെ എന്താണ്? ജസ്റ്റ് ആസ് മച്ച് ടു സ്റ്റാൻഡ് അപ്പ് ടു അവർ ഫ്രണ്ട്സ്. നമ്മുടെ കൂട്ടുകാരെ മുന്നിൽ എന്താണ്? തലയുയർത്തി നിൽക്കാനും, എന്താ പറയുന്നത്, നമ്മുടെ കൂട്ടുകാർക്ക് മുന്നിലും അല്ലെങ്കിൽ തല ഉയർത്തി ധൈര്യമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ബ്രേവറി ടു സ്റ്റാൻഡ് അപ്പ് ടു അവർ എനിമീസ്, ബട്ട് ജസ്റ്റ് ആസ് മച്ച് ടു സ്റ്റാൻഡ് അപ്പ് ടു അവർ ഫ്രണ്ട്സ്. അല്ലേ? എന്തുകൊണ്ടാക്കി ജെ.കെ. റോളിംഗ് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ കൂട്ടുകാർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് പോലെ തന്നെ ശത്രുവിന്റെ മുന്നിലും എന്താണ്? തലയുയർത്തി നിൽക്കുക. രണ്ടും ബോത്ത് ആർ സെയിം എന്നുള്ള സെൻസിൽ അദ്ദേഹം പറഞ്ഞു. എന്തിനായിരിക്കും ജെ.കെ. റോളിംഗ് അങ്ങനെ പറഞ്ഞത്? വർക്ക് ഹാർഡ്, സ്റ്റേ പോസിറ്റീവ്. നോക്കുക, വർക്ക് ഹാർഡ്, work hard, work hard, stay positive. നോക്ക്, ഷീ ബിലീവ് ഷീ കുഡ്. അവൾ ഉറപ്പായിരുന്നു, അവൾ വിശ്വസിച്ചു അവൾക്ക് കഴിയുമെന്നുള്ളത്. സോ ഷീ ഡിഡ്. അതുകൊണ്ട് എന്താണ് അവൾ ചെയ്തു? സോ ഷീ ബിലീവ് ഷീ കുഡ്, സോ ഷീ ഡിഡ്. അവൾ അത് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ. Some say fate is beyond our command, but I know better. Our destiny is within us. You just have to be brave enough to see it. നമ്മളെ കയ്യിൽ തന്നെ നമ്മുടെ വിധി ഉണ്ട്. നമുക്ക് എന്ത് വേണം? നമ്മൾ നല്ല ധൈര്യത്തോടു കൂടി നമ്മളത് കണ്ടുപിടിച്ചാൽ മതി. That's it. അത്രയേ ഉള്ളൂ. We should be brave. നോക്ക് നിങ്ങൾ. Look at the following lines in the poem. And all the bars at which we fret, that seem to prison and control, are by the doors of daring said, ajar before this soul. ഇവിടെ നമുക്ക് എന്തുണ്ട്? റൈമിംഗ് വേർഡ്സ് ഉണ്ട്. fret, set. അവസാന ഭാഗം ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്. കൺട്രോൾ, സോൾ, all രണ്ടും എന്താണ്? ഏകദേശം ഒരേപോലെയാണ് പ്രൊനൗൺസിയേഷൻ. സോ ദി ആർ ദ റൈമിംഗ് വേർഡ്സ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ റൈം സ്കീം. എന്താണ് ഇവിടുത്തെ റൈം സ്കീം? ഇറ്റ് ഈസ് എ ബി എ ബി. എ ബി ആണെന്ത്? നമ്മുടെ കവിതയുടെ റൈം സ്കീം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. നോക്കുക. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദറ്റ് alliterate in the lines given below and write it in the space provided. നോക്കിയേ നിങ്ങൾ. The restless deep diving sea that flows and foams from shore to shore calls to its sunburnt chivalry. Push out, set sail, explore. The restless deep diving sea that flows and foam from shore to shore calls to its submerged chivalry. Sunburnt chivalry. Push out, set sail, explore. Okay.
എന്താ പറയുന്നത്? Words that alliterate in the lines given below and write. Alliterate him. നോക്ക്, d, d. D down is repeated though. Flows forms from f, f, f is repeated though. Shore to shore, sh and sh repeated though. Sit sail, s is repeated though. Sit sail, s sound is repeated. നോക്ക്, s. അപ്പൊ ഒരേ വരിയിൽ നമ്മൾ എന്താണ് വാക്കുകൾ നോക്കുന്ന സമയത്ത് ഒരേ ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ ഒരേ കൺസൺ സൗണ്ട് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? അലിറ്ററേഷൻ ആണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങൾ, നോക്കൂ മക്കളെ. The mountains that enfold the vale with walls of granite, steep and high, invite the fearless foot to scale. They stairway towards the sky. We get a visual image of mountain. നമ്മൾ ഈ mountain എന്നൊക്കെ പറയും, നമ്മളെ മനസ്സിൽ എന്ത് വരും? Mountains വരും. They tell us how the mountains look. നോക്ക്, a visual image in a poem is a vivid picture of words. Visual images make a poem beautiful and powerful. എന്താണ് what is a visual image? If I'm telling you, oh, the rose flower is beautiful, ഞാൻ നിങ്ങൾക്ക് റോസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ it comes into your mind. If I'm saying, oh, that's a beautiful house, നല്ലൊരു ഭംഗിയുള്ള വീട്, immediately എന്താണ്? house comes into your mind. പിന്നെ നമുക്ക് എന്ത് പറയാം? വാവ്, ഇറ്റ് ലുക്സ് ലൈക്ക് മമ്മൂട്ടിയെ പോലെയുണ്ട്. ഉടനെ മമ്മൂട്ടി നമ്മുടെ മനസ്സിൽ വന്നു. സോ നമ്മുടെ മനസ്സിൽ ആ പിക്ചർ കൊണ്ടുവരാൻ പറ്റുന്ന വസ്തുക്കളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു രീതിയിൽ കവിത എഴുതുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? വിഷ്വൽ ഇമേജ് എന്ന് പറയും. ആ ടൂൾസിന് നോക്കി നിങ്ങൾ അതെന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്? കൂടുതൽ ആ കവിതയെ മനോഹരമാക്കാൻ. മനസ്സിലായോ? ആ കവിതയെ കൂടുതൽ മനോഹരമാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് കൊണ്ടുവരുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോ? Okay, അല്ലേ? Yes. Next നോക്കിയാൽ നിങ്ങൾ find out the visual images in the following line and describe them. ദേ നമുക്കറിയാം ഇത് എന്താണ്? ഡീപ് ഡൈവിംഗ് സീ വിഷ്വൽ ഇമേജ് ആണ്, ഷോർ വിഷ്വൽ ഇമേജ് ആണ്, അല്ലേ? എന്താണ്? നോക്ക്, നമുക്ക് ഇങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. The sea is big and always moving. The sea is big and always moving. കടൽ എന്താണ്? വലുതാണ്. and it is always moving. വിശാലമായ കടലാണ്, അല്ലേ? it is deep and separates the land. ഭയങ്കര ഡീപ്പ്, ആഴത്തിലുള്ളതാണ്. it separates the land. നമുക്കറിയാം ഓരോ രാജ്യത്തിനാണ് കടലിടുക്കുകൾ, അല്ലേ? കടലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗം വെക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. waves flow and create foam. തിരകൾ അടിച്ച് എന്ത് ചെയ്യുന്നു? പതയുണ്ടാകുന്നു, നുരയുണ്ടാകുന്നു. reaching from one shore to another. The sea invites prey sailors who are tanned by the sun to set sail and explore. These lines paint before us a beautiful visual picture of the sea. അപ്പൊ ഈ പറയുന്ന കടലും ഈ പറയുന്ന തുഴഞ്ഞു പോകുന്നവരും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സിൽ വലിയൊരു നല്ലൊരു ചിത്രം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയേ നിങ്ങൾ. അടുത്തത് ഇല്ലേക്ക് തീർന്നു പോയി. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ ഇതാണ് എന്തെന്ന് നമുക്ക് ആക്ച്വലി നമ്മുടെ പാഠത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോകാൻ നമ്മുടെ എക്സാമിന്റെ സമയത്തേക്ക് ഒരുപാടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട? ടെൻഷൻ അടിക്കുന്ന പാഠമൊന്നും അല്ല ഇത്. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി സ്റ്റോപ്പ് ഹിയർ ഗൈസ്. നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ താങ്ക് യു ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ഐ ആം റിപ്പീറ്റിംഗ്, ഐ ആം റിമൈൻഡിങ് യു അബൌട്ട് ദ മെഗാ ഓഫർ. സോ നിങ്ങൾ മറക്കരുത്, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ? നമുക്ക് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ എന്ത് ചെയ്യണം? കണ്ടുമുട്ടണം. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.